ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ചട്ടിയാണ്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിൽ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടും ഇതിൻ്റെ കറ പോവാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വാഴയുടെ കൈ എടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇതിൻ്റെ ആ നീര് ഇറങ്ങി വരുന്ന രീതിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീരുള്ള വാഴയുടെ കൈ വേണം കേട്ടോ എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. അപ്പം നമ്മൾ പുതിയ ചട്ടിയൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ കഞ്ഞിവെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ ചട്ടിയൊക്കെ മയക്കി എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ടൊക്കെ മയക്കി എടുക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനെക്കാട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു രീതി കേട്ടോ. അപ്പോൾ നമ്മളുടെ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ ആ കരി പോലെയുള്ള അതൊക്കെ തന്നെ നമുക്ക് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചട്ടിയൊക്കെ ഒന്ന് മയക്കി എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിനുശേഷം വേറൊരു തണ്ട് എടുത്തിട്ട് അതുകൊണ്ട് നന്നായിട്ട് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തണ്ടിൽ നന്നായിട്ട് തന്നെ ആ വാഴയുടെ ഒരു കറയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നല്ലപോലെ നീറ്റായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ കറയൊക്കെ ഇളകി വന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ചട്ടിയൊക്കെ മയങ്ങി കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ നമ്മളുടെ വാഴയുടെ ഈ തണ്ട് വെച്ചിട്ട് നമ്മുടെ ചട്ടിയിലുള്ള കറയൊക്കെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചട്ടി മേടിച്ച സമയത്ത് ഞാൻ കഞ്ഞിവെള്ളം ഇട്ട് തിളപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നന്നായിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ല പോലെ ഞാൻ തേച്ച് കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാനത് കഞ്ഞിവെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച്. എന്നിട്ടും എനിക്കതൊരു മയങ്ങി വരാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത്. ഇനി നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡോ സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം തന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കരി കളറായിട്ടൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ നല്ല വെള്ളമൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മളുടെ ചട്ടിയൊക്കെ മയക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഈ ചട്ടി ഉണങ്ങി വരുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ചട്ടിയുടെ ഉള്ളിലത്തെ വെള്ളമൊക്കെ പോയി നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു എണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ട് നല്ലോണം നമുക്ക് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ പുറം ഭാഗത്തും നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉൾഭാഗത്ത് മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ തേച്ച് വെച്ചതിന് ശേഷം ഒരു 2 ദിവസം ഇതുപോലെ വെക്കുക. അതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനൊരു 2 ദിവസം വെച്ചതിന് ശേഷമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ ഇരുമ്പിൻ്റെ പുതിയ ചട്ടികളൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് മയക്കി എടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദോശമാവാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ തലേ ദിവസം അരച്ച് വെച്ചതിൻ്റെ ബാലൻസ് വന്നിട്ടുള്ളതാണ്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ദോശമാവും നമ്മുടെ ഈ ലിക്വിഡും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല തിളക്കമുള്ളതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ കുറച്ച് പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ആ ദോശമാവിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാടിട്ട് ഉരയ്ക്കേണ്ടൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നമ്മളിതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാകും. സ്റ്റീലിൻ്റെ പാത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക കളർ തന്നെ കാണിക്കും കേട്ടോ. അത് വെച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു തിളക്കം ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറ്, ഇതുപോലത്തെ ജാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു തിളക്കം ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ ചില്ല് ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിലും അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മോളുടെ ലഞ്ച് ബോക്സും ഒക്കെ അത് വെച്ചിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ദോശമാവ് നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ട് നമുക്കതിനെ പ്രവർത്തിപ്പിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാ പാത്രങ്ങളും ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ആ പാത്രത്തിനകത്തൊക്കെ നല്ലൊരു തിളക്കം തന്നെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ബാലൻസ് ആയിട്ട് കളയാൻ വെക്കുന്ന സമയത്ത് വളരെ ഈസിയല്ല, ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം ഞാൻ ആ മാവിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് നമ്മുടെ സിങ്കിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം നല്ലൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വാഷ് ബേസിനും അതുപോലെ തന്നെ സിങ്കിനൊക്കെ നല്ലൊരു തിളക്കം തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും നമ്മുടെ ആ ദോശമാവ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സിങ്കിനൊക്കെ ഒരു പ്രത്യേക കളർ തന്നെ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ക്ലീനായും കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല ഒരു കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. Thanks for watching.